ദൈവപുത്രന്റെ മരുഭൂമിയിലെ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് സന്ദേശം. വിശുദ്ധ ഗ്രന്ഥം ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരുഭൂമിയിലെ സഹനവും അതുപോലെ തന്നെ പരീക്ഷണവും നമുക്കൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കും. കർത്താവിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി, വലിയൊരു അഭിഷേകമായി വരും. യേശുക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവാണ് മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ചാടുക. നിന്നെ രക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ ദൈവമായ കർത്താവിന് പോലും സഹനങ്ങളും ത്യാഗങ്ങളും പരീക്ഷണങ്ങളും പിശാചിനാൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും പല രീതിയിൽ പല ഭാവത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം? യേശുക്രിസ്തു പ്രാർത്ഥിച്ചു പിതാവിനോട്. അതുപോലെ തന്നെ പിശാചിനെ നേരിടുവാനുള്ള വചനം യേശുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾക്കും ഈ വചനം ദൈവം നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. യേശുവേ ആരാധന.